ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബാക്കി വന്ന ബ്രെഡ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന ബ്രെഡ് പിന്നെ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ബ്രെഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അതിൽ 1.5 കപ്പ് അളവ് പാൽ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. പാൽ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. ആ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാലിപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1/2 കപ്പ് അളവ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ഇതിലേക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒന്നിക്കിൽ ഇത് പാൽപ്പൊടി ചേർത്ത് തയ്യാറാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടും തയ്യാറാക്കാവുന്നതാണ്. പാൽപ്പൊടി ഒഴിവാക്കിയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ പാലൊന്ന് നല്ല പോലെ തന്നെ കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു അല്പം കട്ടിയായിട്ട് വരണം. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് നമുക്കിതിനായിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പൊടി തയ്യാറാക്കി എടുക്കാനുണ്ട്. ഞാനിവിടെ 4 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ബ്രെഡാണ് ഇത്. ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച ഒരല്പം ഹാർഡായിട്ടുള്ള ബ്രെഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊട്ടിച്ച് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. പാലിത ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ പാൽപ്പൊടി ചേർത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് കുറുകി വരും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുത്താൽ മതി. ഈ ഒരു പാകത്തിനാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ ക്രംസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടി എന്തെങ്കിലും ഒരു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നല്ലപോലെ ഉടച്ചു കൊടുക്കാവുന്നതാണ്. ആ ഒരു രീതിക്ക് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല. ഒരു ടേബിൾ സ്പൂണോളൊക്കെ കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കരയും ഉപയോഗിക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഒരു വെള്ളപ്പറ്റൊക്കെ മാറുന്നത് വരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാഷ്യൂനട്ടും ബദാമും കുറച്ച് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതുപോലെ പൊടിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് നല്ല കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ആ ഒരു പാനിൽ നിന്നും നല്ലപോലെ റിലീസായി ഒരു സ്ട്രക്ചർ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പാകം വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിപ്പോൾ നല്ല പോലെ തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് പാത്രത്തിൽ നിന്നും മാറ്റിയിട്ട് നെയ്യ് തടവി വെച്ചിരിക്കുന്ന വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ നേരത്തെ തന്നെ നെയ്യ് തടവി വെച്ചിരുന്നു. ആ ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ സ്പാറ്റില ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിലോട്ടേക്ക് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചൂടാറി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടിപ്പോൾ നല്ലപോലെ തന്നെ ആറി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, പുറമേ വെച്ചിട്ടാണ് ചൂടാറി വരാൻ വേണ്ടി വെച്ചത്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ഷേപ്പിലോട്ടേക്ക് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡും പാലും ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് ബർഫിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരാഴ്ചയോളം കേടാകാതെ ഇരുന്നോളും. ഞാനിതിവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ബർഫി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.